പുരുഷന്മാരുടെ ലൈംഗിക രോഗങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് സമയക്കുറവ്, അല്ലെങ്കിൽ ബലക്കുറവ്, അല്ലെങ്കിൽ ഉദ്ധാരണശേഷി ഇല്ലായ്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും. ഡയബറ്റിക്കോ അല്ലെങ്കിൽ രക്തോട്ടത്തിന്റെ കുറവോ അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ഒക്കെ അതിന്റെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ സെക്ഷൽ അസുഖങ്ങൾ, പുരുഷ ലൈംഗിക രോഗങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അങ്ങനെ വിവിധ കാരണങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഉണ്ടെങ്കിലും താൽക്കാലിക ഒരു ആശ്വാസത്തിന് പലപ്പോഴും പല ഗുളികകളൊക്കെ തൽക്കാലം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിലും നല്ല, നമുക്ക് ആ ഒരു പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടില്ല. അങ്ങനെ പലപ്പോഴും പല പല മെഡിസിനുകളും നമ്മൾ പല ആവശ്യങ്ങൾക്കും ശരിക്കും ഒരു ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന പല മെഡിസിനുകളോ പല പ്രൊഡക്റ്റുകളോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പിന്നീട് ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ പേഷ്യൻസിലൊക്കെ കണ്ടുവരാറുണ്ട്. ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മൾ ഈ ലൈംഗിക രോഗങ്ങൾക്കോ പുരുഷന്മാരുടെ ലൈംഗിക രോഗങ്ങൾക്ക് ചെയ്യുന്നത് എന്താണോ ഈ ധാരണക്കുറവിനോ അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവിനോ സമയക്കുറവിനോ ഒക്കെ എന്താണോ കാരണമാവുന്നത് ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിവിധ കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എവാലുവേറ്റ് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു മാറ്റിയെടുക്കാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റാവുന്നതാണ്.